രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോകാനൊക്കെ മടിയുള്ള ഒരാളെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഭാവിയിൽ ഞാനൊരു മടിച്ചേപ്പോ അല്ലെങ്കിൽ എന്നെ ഒരു മടിച്ചയാക്കുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ എന്റെ ഇഷ്ടങ്ങളൊക്കെ എന്നെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പാർട്ട്ണറെയാണ് എനിക്ക് കിട്ടിയത്. അത് നാട്ടിലുള്ള സമയത്ത് അതിനെയും കൂട്ടി അമ്പലത്തിൽ പോകണം എന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ള കാര്യം. ഇന്ന് അമ്പലത്തിൽ പോയ യാതൊരു പ്ലാനിങ് ഇല്ലാണ്ടിരുന്ന എന്നോട് അമ്പലത്തിലൊക്കെ പോയിട്ട് വാന്ന് പറഞ്ഞത് അതുമായിരുന്നു. അത് നാട്ടിലുള്ള സമയത്ത് ഒരിക്കൽ പോലും ഞാൻ അമ്പലത്തിൽ ഒറ്റയ്ക്ക് പോയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് മൂപ്പരെ കൂട്ടിട്ട് തന്നെയാണ് വന്നത്. അമ്പലം വരെ ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നതെങ്കിലും ഉള്ളിൽ കയറി തൊഴാനൊക്കെ മിക്കവാറും ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവലുള്ളൂ. ഇന്ന് ഞാൻ 2 അമ്പലങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നു. രണ്ടിടത്തുനിന്നും ഞാൻ തൊഴുതിറങ്ങുന്നവരെ മൂപ്പർ എന്നെയും കാത്ത് പുറത്ത് നിൽക്കുകയായിരുന്നു. കിഴൂർ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയിട്ട് നമുക്കൊന്ന് വീട്ടിൽ പോയിട്ട് വരാന്ന് പറഞ്ഞത് ഞാനാണ്. വീട്ടിലാണെങ്കിൽ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് പോയി. അവിടെ നിന്ന് പിന്നെ കിട്ടലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് തിരിച്ചു വന്നത്. വീട്ടിലെത്തി കുറച്ച് സമയം ഇരുന്ന് ഞങ്ങൾ വീണ്ടും ഇറങ്ങി. അല്ലെങ്കിലും ദൂരെയുള്ള ആൾക്കാരെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും തീരാത്ത പരിപാടിയാണ് ഈ വിരുന്ന് പോക്ക്. ഇത് ഞങ്ങളെ ക്ഷണിച്ച വിരുന്നൊന്നുമല്ല, ഞങ്ങൾ എല്ലാവരും കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് വെറുതെ അങ്ങോട്ട് ഇറങ്ങിയത്. അവിടെ നിന്ന് വരുന്ന വഴിക്ക് പിന്നെ ഞങ്ങൾ ഒരു കള്ള് ഷോപ്പിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയത്.